ഹായ് ഫ്രണ്ട്സ്, റസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് 5 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ കറി റെഡിയാക്കാൻ നമുക്ക് ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ മതി. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി, 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തൈരാണ്. നമ്മൾ തൈര് എടുക്കുമ്പോൾ എപ്പോഴും വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്ന തൈര് എടുക്കാൻ ശ്രദ്ധിക്കണം. അതും നല്ല കട്ട തൈരായിരിക്കണം. ലൂസായിട്ടുള്ള തൈര് ഈ കറിക്ക് അത്ര പറ്റിയതല്ല. പിന്നെ അധികം പുളിയൊന്നുമില്ലാത്ത തൈര് നോക്കി നമ്മളിത് റെഡിയാക്കാൻ എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ പച്ചമുളകും ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും നമ്മൾ ചെറുതായി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് റെഡിയാക്കുന്നത് ഒരു 250 ഗ്രാം തൈര് വെച്ചാണ്. അതിനുവേണ്ടി നമ്മളിവിടെ 250 ഗ്രാം തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും തൈരിനുള്ള അളവിനുള്ള പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഒട്ടും തന്നെ പുളിയില്ലാത്ത ചെറിയ പുളിയുള്ള ഒരു തൈരാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. പുളി അധികം പാടില്ല തൈരിന്. അപ്പോൾ നമ്മളിത് റെഡിയാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. ചൂടായ ചട്ടിയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കാം. നല്ലോണം ചൂടായതിന് ശേഷം മാത്രം കടുകിട്ട് കൊടുക്കണം. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷമായിട്ട് നമ്മൾ കടുകിട്ട് കൊടുത്തേക്കണം. അതുകൊണ്ട് കടുകൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടുന്നുണ്ട്. കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ പീസുകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ചേർക്കേണ്ടത് ഇഞ്ചിയാണ്. അതൊന്ന് നല്ലോണം മൂത്ത് വന്നതിന് ശേഷം മാത്രം ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെ പീസുകൾ അത്യാവശ്യം നല്ലോണം തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഇളക്കി ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളർ ആവണത് വരെയും വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ കറിക്ക് യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മുടെ ഉള്ളി നല്ല ഗോൾഡൻ കളർ ആവണതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി നല്ലോണം വറന്ന് കിട്ടും. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ അതായത് നല്ലോണം വറന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് ചോറിന് കറിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മുടെ തൈര് നല്ലോണം ഒന്ന് ഇളക്കി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് അങ്ങനെ ഒരുപാട് തിളയ്ക്കാനൊന്നും വയ്ക്കരുത്. ഇത് നമ്മൾ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചൂടായതും നമ്മളിത് ഓഫ് ചെയ്യണം തീയ്. ഇത് തിളച്ച് കഴിഞ്ഞാൽ ആ കറിയുടെ ആ ടേസ്റ്റും പോവും, കറി ലൂസായി പോവും. ഇതിപ്പോൾ നല്ല കുറിയ പാകത്തിലാണ് നമ്മുടെ കറി ഇരിക്കണേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഈ ഒരു പാകത്തിലാണ് നമ്മുടെ കറി കിട്ടിയിരിക്കുന്നത്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. ഇപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.